ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ നമ്മൾ കെട്ടി വെച്ചായി വാഴ ഒടിഞ്ഞു പോകില്ലേന്ന് ഓർത്ത് വലിയ കയറ് വടം തന്നെ ഇട്ട് കെട്ടി വെച്ചു. പക്ഷേ സംഭവം ഒഴിഞ്ഞു പോയിട്ടോ, ഒടിഞ്ഞൊരു കാലം കുത്തി കിടക്കുകയാണ്. ഇതിൻ്റെ തണ്ട് ഇത് വെട്ടി കളയണം. ഇന്ന് സമയം കിട്ടിയില്ല. ഇന്നല്ല, രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. എന്ന് ഹോസ്പിറ്റലാണ് എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതെടുക്കാനായിട്ട് പോയി. നാളെ കഴിഞ്ഞ് പോകണം. അപ്പോൾ അതിൽ നിന്ന് വെട്ടിയ വാഴക്കൊലയാണ് കേട്ടോ. എന്താ അത്ര വലിയ മൂപ്പൊന്നും ആയില്ല, കുഞ്ഞു മാവയാണേ. നോക്കാം, പഴുപ്പൊന്നും നോക്കാം. അങ്ങനെ അതെ, ചെറിയൊരു കൊലയാണ്. പിന്നെ അതെ, താഴെയൊക്കെ ഏല ഒടിഞ്ഞ്, അല്ല വാഴ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കട്ടെ. അവിടെയൊക്കെ കാണാമോ, അങ്ങ് ദൂരെയൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കണം. മൊത്തത്തിൽ വാഴ ഒടിഞ്ഞ് കിടക്കുക. അതൊക്കെ നമ്മുടെ നല്ല കേട്ടോ, വേറെ ആൾക്കാരുടെയാണ് പറമ്പ്, വേറെ ആൾക്കാരുടെ കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ മഴ വന്നു വേറെ കുറേ ഒടിഞ്ഞു കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെയാണേ അലക്കലിൻ്റെ ഇവിടെ നിന്ന് ചോടെ മറിഞ്ഞ് കിടക്കാം, മൊത്തം മറിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഇത് അവിടെ ഒരെണ്ണമുണ്ട്, അത് പിന്നെ പോലെ മൂത്ത പോലെയാട്ടോ, അത് നമുക്ക് വെട്ടിയെടുക്കണം. ഇതിലൊക്കെ പോയാൽ വീഴുമെന്നറിയില്ല, എന്നാലും ഇറങ്ങാം. മഴയാണ്. അയ്യോടാ, ഇവിടത്തേന് കൊലയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞ് പിഞ്ച് കേട്ടോ, ആദ്യം വെട്ടിയില്ല, അതിനേക്കാളും ചെറിയതാണ്. ഇതൊന്നിനും കൊള്ളത്തില്ല, ഇത് നമുക്ക് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. മൊത്തം ഒടിഞ്ഞു പോയി. ഇവിടെ ഒരു കൊലയുണ്ട്, അത് നല്ല കൊലയാട്ടോ, അത് സെറ്റാണ്. പക്ഷേ ഈ മഴയത്ത് എന്ത് ചെയ്യാനാ, പഴിപ്പിച്ചാലും ഇതേ. അയ്യോ, ബ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നേ, അത് കൊണ്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ മറിച്ചോണ്ടോ അങ്ങോട്ട് ചാടി പോകുന്നല്ലേ. ഇതേ, ഇതിലെല്ലാം നല്ല പൂവുണ്ട്. ഇതിൻ്റെ ബ്രാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാട്ടോ. ഇത് നമ്മുടെ മഞ്ഞയാണ്, പുളിയാപ്പിൾ. അപ്പോൾ ഇത് വെട്ടിയെടുക്കാൻ പറ്റും. ഇവിടെ ബ്രാഷൻ ഫ്രൂട്ട് കയറി നിൽക്കുന്നത് മരം കേട്ടോ. അത് ഇത് കാണാമോ? എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ ഫോണിനെ ഫ്രണ്ട് ക്യാമറ ഇട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ മാത്രമേ ഇട്ടുള്ളൂ. അത് ടച്ച് ചെയ്ത ബാക്കിലോട്ട് മാറില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഫേസ് കാണിച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പാടല്ലേ. അതാണ് ഞാൻ കൂടുതലും ബാക്ക് ക്യാമറ ഇട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഏലൊക്കെ നമ്മുടെ തറവാട്ടിലാട്ടോ, ഇതൊക്കെ ഇതുണ്ട്. ഇങ്ങനെയൊക്കെ ആയി നിൽക്കുക, ഏലൊക്കെ മരവിച്ച് എന്തൊക്കെയായിട്ട് നിൽക്കുന്നു. തറവാട്ടിലാണ്. അത് പൂക്കെ ആയിട്ടുണ്ട് ഏലത്തിന് കേട്ടോ. പൂക്കെ അടിക്കുന്നു, ചിമ്പൊക്കെ അടിച്ച് വരുന്നുണ്ട്. മഴ കിട്ടിയതിൻ്റെയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഉപകാരമുണ്ട് ആൾക്കാർക്ക് കേട്ടോ മഴ. പക്ഷേ ഇത് ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയമില്ലായില്ല. അയ്യപ്പ. അപ്പോൾ ഓട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. പിന്നെ രാവിലെ എണീറ്റ് ഇതൊക്കെ പറഞ്ഞാൽ കിടക്കായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായി അവിടെ കൂട്ടിച്ചാരി വെച്ചിട്ട് പോയിരിക്കണം. പക്ഷേ ഒരു കാറ്റ് വീണ്ടും അത് വീണ്ടും പോകും. 2 തൂണിലേ കുഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് തൂണ് കൂടെ കുഴിച്ചിടണം. പക്ഷേ തൂണില്ലെന്നേ, തൂണിനെ അവിടെ പോകുന്ന നിർത്താം. ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. പ്ലാവ് കാണാവോ? ഇവിടെ പ്ലാവ് ഉണ്ട്, ഒരു കുഞ്ഞത് വണ്ണം കുറഞ്ഞ്. അത് വെട്ടാന്ന് ഓർത്ത് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. മഴയാണ്. ഇളയവൻ സ്കൂളിൽ പോയി, മൂത്തവന് പനി അങ്ങ് കുറഞ്ഞില്ല, അതുകൊണ്ട് അവനെ വിട്ടില്ല. ഭയങ്കര ചുമയും കൂടെയാണ്, അപ്പോൾ അവനെ വിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. എപ്പോഴും മഴ, തുണി അല്ലെങ്കിൽ ഒരാഴ്ചയായി ആഴയിലിട്ടിട്ട് ഇതുവരെ എടുക്കുന്ന സ്ഥലമില്ല. കാരണം അതൊക്കെ തുണി ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുക. എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. എന്ത് ചെയ്യുക, സൈഡിൽ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ എന്താ സൈഡിലൊന്നും ഇട്ടാലും നനയും. കുറച്ച് തുണി എടുത്തിട്ടുണ്ടെന്നല്ലോ. അയ്യോ, അടുത്ത മഴ വന്നു കേട്ടോ. അപ്പോൾ പോവാണേ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ നമ്മൾ കെട്ടി വെച്ചായി വാഴ ഒടിഞ്ഞു പോകില്ലേന്ന് ഓർത്ത് വലിയ കയറ് വടം തന്നെ ഇട്ട് കെട്ടി വെച്ചു. പക്ഷേ സംഭവം ഒഴിഞ്ഞു പോയിട്ടോ, ഒടിഞ്ഞൊരു കാലം കുത്തി കിടക്കുകയാണ്. ഇതിൻ്റെ തണ്ട് ഇത് വെട്ടി കളയണം. ഇന്ന് സമയം കിട്ടിയില്ല. ഇന്നല്ല, രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. എന്ന് ഹോസ്പിറ്റലാണ് എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതെടുക്കാനായിട്ട് പോയി. നാളെ കഴിഞ്ഞ് പോകണം. അപ്പോൾ അതിൽ നിന്ന് വെട്ടിയ വാഴക്കൊലയാണ് കേട്ടോ. എന്താ അത്ര വലിയ മൂപ്പൊന്നും ആയില്ല, കുഞ്ഞു മാവയാണേ. നോക്കാം, പഴുപ്പൊന്നും നോക്കാം. അങ്ങനെ അതെ, ചെറിയൊരു കൊലയാണ്. പിന്നെ താഴെയൊക്കെ ഏല ഒടിഞ്ഞ്, അല്ല വാഴ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കട്ടെ. അവിടെയൊക്കെ കാണാമോ, അങ്ങ് ദൂരെയൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കണം. മൊത്തത്തിൽ വാഴ ഒടിഞ്ഞ് കിടക്കാം. അതൊക്കെ നമ്മുടെ നല്ല കേട്ടോ, വേറെ ആൾക്കാരെയാണ് പറമ്പ്, വേറെ ആൾക്കാരെ കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ മഴ വന്നു വേറെ കുറേ ഒടിഞ്ഞു കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെയാണേ അലക്കലിൻ്റെ ഇവിടെ നിന്ന് ചോടെ മറിഞ്ഞ് കിടക്കാം, മൊത്തം മറിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഇത് അവിടെ ഒരെണ്ണമുണ്ട്, അത് പിന്നെ പോലെ മൂത്ത പോലെയാട്ടോ, അത് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിലൊക്കെ പോയാൽ വീഴുമെന്നറിയില്ല, എന്നാലും ഇറങ്ങാം. മഴയാണ്. അയ്യോടാ, ഇവിടത്തേന് കൊലയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞ് പിഞ്ച് കേട്ടോ, ആദ്യം വെട്ടിയില്ല, അതിനേക്കാളും ചെറിയതാണ്. ഇതൊന്നിനും കൊള്ളത്തില്ല, ഇത് നമുക്ക് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. മൊത്തം ഒടിഞ്ഞു പോയി. ഇവിടെ ഒരു കൊലയുണ്ട്, അത് നല്ല കൊലയാട്ടോ, അത് സെറ്റാണ്. പക്ഷേ ഈ മഴയത്ത് എന്ത് ചെയ്യാനാ, പഴിപ്പിച്ചാലും ഇതേ. അയ്യോ, ബ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നേ, അത് കൊണ്ട് പൂവിട്ട് നിൽക്കുന്നുണ്ടോ. അതൊക്കെ മറിച്ചോണ്ടോ അങ്ങോട്ട് ചാടി പോകുന്നല്ലേ. ഇതിലെല്ലാം നല്ല പൂവുണ്ട്. ഇതിൻ്റെ ബ്രാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാട്ടോ. ഇത് നമ്മുടെ മഞ്ഞയാണ്, പുളിയാപ്പിൾ. അപ്പോൾ ഇത് വെട്ടിയെടുക്കാൻ പറ്റും. ഇവിടെ ബ്രാഷൻ ഫ്രൂട്ട് കയറി നിൽക്കുന്നത് മരം കേട്ടോ. അത് ഇത് കാണാമോ? എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ ഫോണിനെ ഫ്രണ്ട് ക്യാമറ ഇട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ മാത്രമേ ഇട്ടുള്ളൂ. അത് ടച്ച് ചെയ്ത ബാക്കിലോട്ട് മാറില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഫേസ് കാണിച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പാടല്ലേ. അതാണ് ഞാൻ കൂടുതലും ബാക്ക് ക്യാമറ ഇട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഏലൊക്കെ നമ്മുടെ തറവാട്ടിലാട്ടോ, ഇതൊക്കെ ഇതുണ്ട്. ഇങ്ങനെയൊക്കെ ആയി നിൽക്കുക, ഏലൊക്കെ മരവിച്ച് എന്തൊക്കെയായിട്ട് നിൽക്കുന്നു. തറവാട്ടിലാണ്. അത് പൂക്കെ ആയിട്ടുണ്ട് ഏലത്തിന് കേട്ടോ. പൂക്കെ അടിക്കും, ചിമ്പൊക്കെ അടിച്ച് വരുന്നുണ്ട്. മഴ കിട്ടിയതിൻ്റെയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഉപകാരമുണ്ട് ആൾക്കാർക്ക് കേട്ടോ മഴ. ഇത് ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയമില്ലായില്ല. അയ്യപ്പ. അപ്പോൾ ഓട്ടെ, ഇതൊക്കെ ഉള്ളൂ വിശേഷം. പിന്നെ രാവിലെ എണീറ്റ് ഇതൊക്കെ പറഞ്ഞാൽ കിടക്കായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടായി അവിടെ കൂട്ടിച്ചാരി വെച്ചിട്ട് പോയിരിക്കണം. പക്ഷേ ഒരു കാറ്റ് വീണ്ടും അത് വീണ്ടും പോകും. 2 തൂണിലേ കുഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് തൂണ് കൂടെ കുഴിച്ചിടണം. പക്ഷേ തൂണില്ലെന്നേ, തൂണിനെ അവിടെ പോകുന്ന നിർത്താം. ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്.
എന്ത് പ്ലാവ് വേണോ? ആ ഇവിടെ പ്ലാവ് ഉണ്ട്, ഒരു കുഞ്ഞത് വണ്ണം കുറഞ്ഞ്, അത് വെട്ടാമെന്ന് ഓർത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. മഴയാണ്. ഇളയവൻ സ്കൂളിൽ പോയി, മൂത്തവന് പനി അങ്ങ് കുറഞ്ഞില്ല, അതുകൊണ്ട് അവന് വിട്ടില്ല. ഭയങ്കര ചുമയും കൂടെയാണ്, അപ്പോൾ അവന് വിട്ടില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ശേഷം ഇതൊക്കെ ഉള്ളൂ. എപ്പോഴും മഴ, തുണിയിലേക്ക് ഒരാഴ്ചയായി ആടിയിലിട്ടിട്ട് ഇതുവരെ എടുത്തില്ല, സ്ഥലമില്ല. കാരണം അതൊക്കെ തുണി ഇങ്ങനെ ഉണങ്ങാതെ കിടക്കും. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അത് ചെയ്യുക, സൈഡിൽ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ എന്താ സൈഡിലൊന്നും ഇട്ടാലും നനയും. കുറച്ച് തുണി എടുത്തിട്ടുണ്ടെന്ന്. അയ്യോ മഴ അടുത്ത മഴ വന്നു കേട്ടോ. അപ്പോൾ പോവാണേ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.